ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മറിയം ആൻഡ് മീ. മറിയം ഇവിടെ ഇല്ലാട്ടോ, സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കാവുന്ന ഒരു ടേസ്റ്റി മുട്ടക്കറി. 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മുട്ടക്കറിയോ എന്നാണോ? ഉണ്ടാക്കാന്നേ, ഇത് കണ്ടു നോക്ക്. പിന്നെ ഈ മുട്ടക്കറി ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടിന്റെ കൂടെയാണ്. അതായത് പുട്ടും മുട്ടക്കറിയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ അപ്പത്തിന്റെ കൂടെയോ ബ്രെഡിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒരു നേരമൊക്കെ വേണമെങ്കിൽ ചോറിന്റെ കൂടെയും ഒപ്പിക്കാം. അപ്പം ഇത് നല്ല സൂപ്പർ സംഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പം ഒന്ന് കണ്ടു നോക്കുക, ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ കലാപരിപാടി ആരംഭിക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സവാള നന്നായിട്ട് തിന്നായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. അപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒത്തിരി പ്രോസസ്സൊന്നും ഇല്ല. ഉള്ള പ്രോസസ്സ് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാനൊരു കടായി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, സവാള ഇട്ടു, കുറച്ച് ഉപ്പിട്ടു. ഇനി അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം അതിനപ്പുറത്ത് ഞാനൊരു 3 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങുമ്പം കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങുവാണെങ്കിൽ അതിൻ്റെ തൊലി എളുപ്പം പൊളിച്ചെടുക്കാം. എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ബ്രൗൺ നിറമാവുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഈ കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സവാള ബ്രൗൺ നിറമാവുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഈ പ്രോസസ്സിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇടുന്നതെല്ലാം നമ്മുടെ സാധാരണ മസാലപ്പൊടികളാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. എന്നിട്ട് നന്നായിട്ട് ആ മസാല മൂത്ത് വരുമ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. അപ്പം തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആ വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സവാള ബ്രൗൺ നിറമാവുന്നിടം വരെ വഴറ്റുക. രണ്ടാമത്തെ കാര്യം, ഈ ഗ്രേവി സിമ്മിലിട്ട് അടച്ച് വെച്ച് എണ്ണ തെളിയുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ചാടി കയറി അതിലേക്ക് മുട്ട ഇടാനും തീ ഓഫ് ചെയ്യാനും നിൽക്കരുത്. എണ്ണ നന്നായിട്ട് തെളിയണം. എന്നിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് കുത്തി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മസാലയും ഗ്രേവിയും എല്ലാം കൂടെ അതിലേക്ക് പിടിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ മുറിച്ചിട്ടാൽ മതി. അവസാനമായിട്ട് 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഉപയോഗിച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. കറിയുടെ ഭംഗി നോക്കിയേ. ഇത് പുട്ടിൻ്റെ കൂടെ സൂപ്പർ കോംബോ ആണ് കേട്ടോ. ഇത്ര എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാനേ സാധിക്കില്ല. ഇതിൽ നോക്കൂ, ഇഞ്ചിയില്ല, വെളുത്തുള്ളിയില്ല, തക്കാളിയില്ല, എന്താ ഉള്ളത്? ആകെ സവാളയും മുട്ടയും മാത്രമല്ലേ ഉള്ളൂ. ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ടേസ്റ്റിന് ഒരു കുറവുമില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.